നമസ്കാരം. ഏറെ പ്രിയപ്പെട്ട മറുനാടിൻ്റെ പ്രേക്ഷകരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ അത് ഏറ്റെടുത്ത് വൈറലാക്കി. തൃശ്ശൂരിൽ നടന്ന യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ ഏതാണ്ട് 15,000-ലധികം പേർ പങ്കെടുത്ത കൺവെൻഷനെ കുറിച്ചുള്ള വാർത്തയായിരുന്നത്. അന്ന് ആ പരിപാടിയുടെ ഭാഗമായിരുന്നു എളിയവനായ ഞാനും. ഇന്ന് അതേ സംഭവത്തിൻ്റെ അതിനേക്കാൾ വലിയ ചരിത്രപരമായ ഒരു വഴിത്തിരിവുണ്ടായപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു, ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ദയവായി ഇത് ഷെയർ ചെയ്ത് സഹായിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. എല്ലാ വിധത്തിലുള്ള പാരകളെയും അതിജീവിച്ചായിരുന്നു കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് നേഴ്സുമാർ തലസ്ഥാനത്തേക്ക് എത്തിയത്. ഏതാണ്ട് 1000-ഓളം ബസ്സുകളിലാണ് ഏതാണ്ട് 30,000-ഓളം നേഴ്സുമാർ ഇന്നലെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നത്. ഈ നേഴ്സിംഗ് സമരം ആരും അറിയാതിരിക്കാൻ വലിയ ഗൂഢാലോചനയാണ് നടന്നത്. മാധ്യമങ്ങൾ ഈ പരിപാടിയുടെ തലേ ദിവസം വരെ നിശബ്ദത പാലിച്ചു. എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടന്നതിൻ്റെ തലേ ദിവസം വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. അങ്ങനെ ഒരു വിമർശനം കഴിഞ്ഞ തവണ ഉണ്ടായതുകൊണ്ട് ഇക്കുറി മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത കൊടുത്തു എന്ന് പറയാതിരിക്കുന്നത് മോശമായിരിക്കും. പക്ഷേ കേരള ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സമരം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. നേരം വെളുക്കുന്നതിന് മുൻപ് തലസ്ഥാന നഗരിയിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. 10 മണിയായപ്പോഴേക്കും പാളയം രക്തസാക്ഷി മണ്ഡപവും പരിസര പ്രദേശങ്ങളും ആയിരക്കണക്കിന് നേഴ്സുമാരാൽ നിറഞ്ഞു. എങ്ങനെയെങ്കിലും ഇത് തടസ്സപ്പെടുത്താൻ നേരത്തെ ഗൂഢാലോചന നടത്തിയ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് പൊടുന്നനെ മാറുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓർക്കണം, നേഴ്സുമാർക്ക് കൺവെൻഷൻ നടത്താൻ ഒരിടം പോലുമില്ലാത്ത സാഹചര്യമായിരുന്നു പരിപാടിയുടെ തലേദിവസം രാത്രി വരെ എന്നത്. പരിപാടി നടത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് വാശി പിടിച്ച സർക്കാർ ഇന്നലെ രാവിലെ ചെയ്തത് എന്താണെന്നറിയാമോ? നേഴ്സുമാർ റോഡ് തടസ്സമുണ്ടാകും എന്ന് ഭയന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, അതായത് പോലീസ് സ്റ്റേഡിയം തുറന്നു കൊടുത്തു. അവിടെ വേണമെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. ആയിരക്കണക്കിന് നേഴ്സുമാരായിരുന്നു ഒഴുകിയെത്തിയത് ഈ രക്തസാക്ഷി മണ്ഡപത്തിന് ചുറ്റും. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപം ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടാവില്ല. അവിടെ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചാണ്. പോലീസ് സഹകരിച്ചു, സർക്കാർ സംവിധാനങ്ങൾ സഹകരിച്ചു, വാഹനങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടു. ആ റോഡ് നിറഞ്ഞ് നേഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങുന്നു. UNAയുടെ ബാനറിന് കീഴിൽ ആയിരക്കണക്കിന് നേഴ്സുമാർ ഒരുമിച്ച് നിന്ന് അവരുടെ അവകാശം പ്രഖ്യാപിക്കുന്നു. സെക്രട്ടേറിയറ്റ് പരിസര പ്രദേശത്ത് ഇവരെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജനസാഗരമായിരുന്നു. ഇത്രയധികം ആളുകളെ എങ്ങനെ എത്തിക്കാൻ കഴിയും എന്ന് പലരും അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ അവഗണിച്ച മാധ്യമങ്ങളൊക്കെ അവിടെ ക്യൂ നിന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം സെക്രട്ടേറിയറ്റിന് ചുറ്റും ഇവർ നിലയുറപ്പിച്ചു. പല രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ അവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അതിനുശേഷം മാനവീയം വീഥിയിലേക്കൊരു യാത്രയായിരുന്നു. ഈ ജനസാഗരം സെക്രട്ടേറിയറ്റ് പടിക്കൽ കൂടി നേരെ പാളയം വഴി മ്യൂസിയത്തിന് മുമ്പിലൂടെ മാനവീയം വീഥിയിലേക്ക് എത്തുന്നു. മണിക്കൂറുകൾ എടുത്തു ഈ ജനസാഗരത്തിൻ്റെ പ്രവാഹം അവസാനിക്കാൻ. മാനവീയം വീഥി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് മാലാഖമാരായിരുന്നു. മാനവീയം വീഥിയിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ അതിഥികളെത്തി. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ സമരത്തെ സംരക്ഷിച്ചു നിർത്തിയത് തിരുവനന്തപുരം മേയർ VV രാജേഷ് ആയിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടിയിലും നേതാക്കളെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഹായിച്ചത് മേയർ VV രാജേഷ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ച് പണമടച്ച് നേരത്തെ ബുക്ക് ചെയ്തതാണ്. പക്ഷെ പരിപാടിയുടെ തലേ ദിവസം രാവിലെ അറിയിക്കുന്നു അനുമതി റദ്ദ് ചെയ്തെന്ന്. പോലീസ് പെർമിഷൻ അടക്കം, മൈക്ക് പെർമിഷൻ അടക്കം എല്ലാം എടുത്തതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിരുന്നു അവസാന നിമിഷം ഈ പരിപാടി റദ്ദ് ചെയ്തതെന്ന് കൃത്യമായി ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഞങ്ങളെ അറിയിക്കുന്നു. പിന്നെ എന്തു ചെയ്യും? പുത്തരിക്കണ്ട മൈതാനിയിൽ പരിപാടി നടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ സാധ്യമല്ല. കാരണം പുത്തരിക്കണ്ട മൈതാനിയിൽ കോൺഗ്രസ് പാർട്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. സതീശന്റെ പദയാത്രയുടെ സമാപനമാണ്. 5, 6, 7 അവർ ബുക്ക് ചെയ്തിരുന്നത്. 7-ാം തീയതിയാണ് അവരുടെ പരിപാടി. വാസ്തവത്തിൽ 4-ാം തീയതി ബ്ലോക്ക് ചെയ്തിരുന്നു. 4-ാം തീയതിയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ 4-ാം തീയതിയും അവർ വിട്ടുതരാൻ തയ്യാറല്ലാതായി. പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. 30,000-ഓളം നേഴ്സുമാർ ഇവിടെ എത്തുമ്പോൾ അവർക്കതിൽ താല്പര്യമില്ല. പഠിച്ച പണി 18 നോക്കി നിവർത്തിയില്ല. ശംഖുമുഖത്തേക്ക് മാറ്റാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ശംഖുമുഖം ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ്, കിട്ടില്ല. പൂജപ്പുര മൈതാനത്തേക്ക് മാറ്റാം എന്ന് ആലോചിക്കുന്നു. പൂജപ്പുര മൈതാനത്തിൻ്റെ പ്രശ്നം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന ചുടുകട്ടകൾ അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. മാത്രമല്ല ഇത്രയധികം ആളുകൾ അവിടെ കൊള്ളില്ല. പിന്നെ ഞങ്ങൾക്ക് സഹായമായി എത്തിയത് ചെങ്കൽ രാജശേഖരൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവടിയാറിലുള്ള ഉദയ കൺവെൻഷൻ സെന്ററിൽ അനുമതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഡിസ്കൗണ്ട് റേറ്റ് തന്നാൽ പോലും 3 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. 1, 2, 4,500 പേരെ മാത്രമേ കൊള്ളുകയുള്ളൂ. ഈ 25,000, 30,000 പേരെ എങ്ങനെ കൊള്ളിക്കും? ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ്
വി രാജേഷ് രക്ഷകനായി എത്തിയത്. ഓർക്കണം, പൊങ്കാലയുടെ തിരക്കിനിടയിലാണ് രാജേഷ് പറഞ്ഞു, ധൈര്യമായി നിങ്ങൾ പോയിക്കോളൂ മാനവീയം വീഥിയിലേക്കെന്ന്. മാനവീയം വീഥി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളെ കൊള്ളുന്ന കോർപ്പറേഷന് കീഴിലുള്ള തിരുവനന്തപുരം നഗരത്തിലൊരു ഭാഗമാണ്. അങ്ങനെ രാജേഷിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഞങ്ങൾക്കൊരു വേദി ഒരുങ്ങിയത്. ആ വേദി അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞു. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നഴ്സുമാർ അവിടെ ഒഴുകിയെത്തി. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BJP നേതാവ് അനൂപ് ആന്റണി, ഡോക്ടർ SS ലാൽ, ഷിബു ബേബി ജോൺ, മാത്യു കൊഴുനാടൻ തുടങ്ങി അനേകം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതും ആശംസകൾ അറിയിച്ചതും. അതിനു മുമ്പ് നേഴ്സുമാരാരുടെ അടിമകൾ എന്ന പേരിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ BJP നേതാവ് ഷോൺ ജോർജും യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടനും നേഴ്സിംഗ് സംഘടനയുടെ നേതാവ് ജിതിൻ ലോഹിയും RJ കിഡിലൻ ഫിറോസും പങ്കെടുത്തു. ഞാനായിരുന്നു അതിൻ്റെ മോഡറേറ്റർ. 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഴ്സുമാർ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുകയായിരുന്നു. ആ ആവശ്യത്തിൽ ഉറച്ച് തുടർ സമരങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അവർ. ഈ സമരം സകലരുടെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നൽ. അതിനിടയിൽ ഒരു ആശുപത്രി ഉടമ വന്ന് ഈ ശമ്പളം ഞങ്ങൾ കൊടുക്കാൻ ഒരുക്കമാണ് സർക്കാർ പ്രഖ്യാപിച്ചാൽ എന്നും ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സമരത്തിലെ കാഴ്ചകളിലൂടെ പോവുക. ഈ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ എന്തിനേറെ 2018 തീരുമാനിച്ച കാര്യം പോലും 2026 നടപ്പാക്കാതെ നിങ്ങളെ വലയ്ക്കുന്ന ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് രാവന്തോളം പണിയെടുക്കുമ്പോൾ 1333 രൂപ കിട്ടണം. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അത് കിട്ടില്ലെങ്കിൽ, അത് തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ രാജസിംഹാസനത്തിലും ഞങ്ങൾ പുറത്താക്കും. അത് പറഞ്ഞ് ഞങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട. ജയ് ഹിന്ദ്, ജയ് UNA. ഈ സംഘടന നേരിട്ട പ്രതിസന്ധികൾ നേരിട്ട് ബോധ്യമുള്ള വ്യക്തിയാണ്. ഈ സംഘടനയിലെ നേതാക്കന്മാരെ ജയിലിലടച്ചതടക്കം ഈ സംഘടന ഏറ്റവും വലിയ കണ്ണിലെ കരടായി ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച എല്ലാ ചരിത്രത്തെക്കുറിച്ചും ബോധ്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഞാനും ജാസ്മിനും ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും എല്ലാം തന്നെയാണ് അന്ന് മുന്നോട്ട് പോയത്. പക്ഷെ എന്നും നിങ്ങൾ നടത്തുന്ന ന്യായമായ സമരങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളൊക്കെ അന്നും ബാധ്യസ്ഥരായി. 28 ലക്ഷം വരുന്ന മലയാളി നേഴ്സുമാരുടെ ഇന്ത്യ മഹാരാജ്യത്ത് 36 രാജ്യങ്ങളിൽ സംഘടനയ്ക്ക് സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് UNA. 5 പേരിലാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇവിടെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കെൽപ്പ് കേരളത്തിൽ നഴ്സിംഗ് കുടുംബങ്ങൾക്കുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവരിത് നടപ്പിലാക്കുന്നെങ്കിൽ ഇത് നടപ്പിലാക്കാനുള്ള സർക്കാർ 3 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വരും. അവർ അത് നടപ്പിലാക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. അത് നിങ്ങൾ നടത്തുന്ന സമരം വെറുതെയാകില്ല, നിങ്ങളുടെ ഈ പോരാട്ടം വെറുതെയാകില്ല. ഇത് വെറും വീൺവാക്കുമല്ല. ഇവിടെ വരാൻ പോകുന്ന മുഖ്യമന്ത്രി, ഞാൻ ഇന്ന് പറഞ്ഞേ, കുറച്ച് രാഷ്ട്രീയം പറയണ്ടേ, വരാൻ പോകുന്ന മുഖ്യമന്ത്രി നിങ്ങളുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അതാരാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ സമരം സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. പലപ്പോഴും ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ആ ആശുപത്രിയുടെ അതിൻ്റെ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ നേഴ്സിംഗ് കെയറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ നേഴ്സിംഗ് കെയറിൽ ഏറ്റവും കൂടുതൽ സംഭാവന, ഏറ്റവും കൂടുതൽ പരിചരണം നടത്താൻ കഴിയുന്നത് അത് മലയാളികളായ നേഴ്സുമാർക്ക് മാത്രമാണ്, അവരുടെ സ്വന്തമാണ് എന്നുള്ളത്. തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ സംഘടനയുടെ ഒരു കാര്യം കാണാൻ വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ
യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ നേരെ തുറന്ന മനസ്സോടെ ഇങ്ങോട്ട് പോരൂ. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കാരണം നിങ്ങൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കുന്നവരാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട, അങ്ങനെ അങ്ങ് എല്ലാത്തിനെയും ചെറുത്ത് നിൽപ്പിക്കാൻ പറ്റിയ ശക്തിയൊന്നും ഈ നാട്ടിലില്ല. പിന്നെ 35 പ്രതിപക്ഷ കൗൺസിലർമാരെ വെച്ചുകൊണ്ട് 5 വർഷം സമരം ചെയ്ത് ഒരു ഭൂതം നിധികാക്കുന്നത് പോലെ ചിലർ സംരക്ഷിച്ച കോട്ട കൊത്തളങ്ങളെ ചവിട്ടി പൊളിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പിന്നീട് കൊടുക്കുന്നതാവും.